പ്രിയപ്പെട്ട ഉദ്ഘാടക ഹാരിഫ ടീച്ചർ, വേദിയിലെ രോഹിതാക്ഷൻ, അതുപോലെ തന്നെ ശ്രീനന്ദനൻ, വിലാസ്, വായനശാല ഭാരവാഹികൾ, നാടക അവതരണത്തിൽ ജീവിച്ച അഭിനേതാക്കൾ, വായനശാല സെക്രട്ടറി, പ്രസിഡന്റ്, ഭാരവാഹികളെ, മനോജ് അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ ഉദ്ഘാടനത്തിൽ ഹാരിഫ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല പ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി മാറുമായിരുന്നു. കേരള സമൂഹം നമ്മുടെ ആദ്യകാല പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒക്കെ ചെയ്ത മഹത്തായ സേവനം ഏറ്റുപിടിക്കാൻ ഗ്രന്ഥശാല പ്രസ്ഥാനം അതിൽ ഇടചേർന്ന് കൊണ്ടു നിൽക്കുന്ന വായനശാലകൾ, ആ വായനശാലകൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ തങ്ങളുടെ കൈവശമുള്ള ഫണ്ടിൽ നിന്ന് എല്ലാ ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഭാരവാഹികളുടെയും ഒക്കെ അലവൻസും സിറ്റിംഗ് ഫീസും അടങ്ങുന്ന 1 കോടി രൂപ വളരെ വേഗത്തിൽ കൈമാറിയപ്പോൾ, മുഖ്യമന്ത്രിയുടെ കൈകളിലെത്തിച്ചപ്പോൾ ഇവിടെ ഒരു വായനശാല ഈ വയനാടിനെ ചേർത്ത് പിടിക്കാൻ ഒരു കലാരൂപം വളരെ പെട്ടെന്ന് ചാക്കോടിയന്തിക്കാടും അതുപോലെയുള്ള മഹത് വ്യക്തികളുമൊക്കെ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ടുവന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹത്തരമായൊരു കാര്യമാണ്. പുസ്തകം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനപ്പുറം പാവപ്പെട്ടവരെ, അവശത വിഭാഗങ്ങളെ, ദുരന്തത്തിൽ അകപ്പെട്ടവരെ, അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ, അവിടെ അവരുടെ മനുഷ്യനെ പോലെ അവരെയും ഉയർന്നു നിൽക്കാനുള്ള ഉദ്യമത്തിന് തങ്ങളാൽ കഴിയുന്ന വലിയ ഒരു പ്രവർത്തനം ചെയ്യാൻ മുന്നോട്ട് വന്നത് വലിയ കാര്യമായി ഞാൻ കാണുന്നു. ഇത് നമ്മുടെ തൃശ്ശൂർ താലൂക്കിൽ അല്ലെങ്കിൽ ഈ ജില്ലയിലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നമുക്ക് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും അതുപോലെ പുരോഗമന കലാ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ തന്നെ ഇത് അവതരിപ്പിക്കാനും വേദിയൊരുക്കാനും ഒക്കെ കഴിയുന്ന ഒരു വലിയ മഹത്ത് കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വായനശാലയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഇതിന് പ്രവർത്തിച്ച സന്മനസ്സുള്ള മുഴുവൻ ആളുകളുടെയും നല്ല ഉദ്യമങ്ങൾക്ക് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ, ഇതുപോലെയുള്ള അശരണരുടെ അല്ലെങ്കിൽ ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കാൻ, സാന്ത്വന രംഗത്ത് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് അതിനവരോടൊപ്പം ലൈബ്രറി കൗൺസിൽ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംഘാടക സമിതിയുടെ രക്ഷാധികാരി PK ലോഹിതാക്ഷനോട് 2 വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഷാജഹാൻ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഇന്ന് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ അവിചാരിതമായി കയറി വന്ന് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ അവസരമുണ്ടായ നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറി ആരിഫ ടീച്ചർ, നമ്മുടെയൊക്കെ ഏറെ പ്രിയങ്കരനും നമ്മുടെ നാടിൻ്റെ എക്കാലത്തും അഭിമാനമായിട്ടുള്ള പ്രിയൻ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് സെക്രട്ടറി എൻ്റെ സുഹൃത്ത് രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. സമയമാണെങ്കിൽ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വായനശാല എന്ന് പറഞ്ഞ അറിവ് പകരല്ല, ആ അറിവ് പകരോടൊപ്പം തന്നെ ആവശ്യം നിറവേറ്റുക കൂടി ഇവിടെ ചെയ്തിരിക്കും. ഒരു നാടിൻ്റെ ആവശ്യം നിറവേറ്റലാണ് ഇവിടെ നടന്നത്. അതിൽ ഈ കലാകാരന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം അവരുടെ സമ്പാദ്യം അവരുടെ ഉള്ളിലുള്ള കലയാണ്. ആ കലയാണ് അവർ ജനങ്ങൾക്ക് വേണ്ടി പകർന്ന് അവരാൽ കഴിയുന്ന സഹായം തിരിച്ചു വാങ്ങിച്ച് അതൊരു നാടിൻ്റെ വികസനത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ഇതിൻ്റെ കലാകാരന്മാർ, പ്രത്യേകിച്ച് ഞാനതിൽ ലതയെ
കാരണം അവരുടെ ഒരു ശാരീരിക അവസ്ഥ ഫസ്റ്റ് ദിവസം തന്നെ വന്നപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് അത് നമ്മുടെ മാഷ സുരേഷ്. വീണ്ടും അവർ ആശുപത്രിയിൽ പോയി കിടക്കയിൽ നിന്ന് വീണ്ടും തന്നെ സമാപനത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കലാകാരുടെ ഒരു മാനസിക അവസ്ഥ അവരെത്ര ത്യാഗം ചെയ്താൽ വന്നതെന്ന് നമുക്കറിയാം. അതാണ് അത്തരം ആളുകളാണ് ഇതിൻ്റെ പ്രചോദനവും ഇതിൻ്റെ എല്ലാമായി മാറിയിരിക്കുന്നത്. അവരിവിടെ ആദരിക്കപ്പെടുന്നുണ്ട്. ഒരു നാടിൻ്റെ വികസനത്തിൽ പ്രത്യേകിച്ച് രവിവർമ്മ വായനശാല ഈ ജില്ലയ്ക്ക് മാതൃകയാണെന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നു. ഇത് ഏറ്റവും ഉത്തമമായ ഒരു രീതിയാണ് അതൊരു നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഇടപെടൽ ശേഷി ഒരു വായനശാലയ്ക്ക് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണെന്ന് നമ്മുടെ താലൂക്ക് സെക്രട്ടറിയും ഉൾപ്പെടെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ സംഘാടകരായ വായനശാലയുടെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഊരകം ബാങ്കിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും അതിൻ്റെ ഭരണസമിതി അംഗങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയേഷിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ പുറകിൽ നടത്തിയ കഠിനാധ്വാനത്തിന് എത്ര നല്ല വാക്കുകൾ പറഞ്ഞാലും പോരാ. തീർച്ചയായിട്ടും ഇത് ആദ്യഘട്ടം 20 സ്റ്റേജ് പിന്നിട്ടെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് ഇത് കടക്കുകയാണ്. ഇവിടെ രാമചന്ദ്രൻ സൂചിപ്പിച്ചത് ഈ ജില്ലയിലെ തന്നെ മറ്റു വായനശാലകളെയും പൊതുപ്രസ്ഥാനത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് മുന്നോട്ട് പോകണം, കഴിയാവുന്ന സഹായത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ചാക്കോമാഷപ്പോലുള്ള ആളുകൾ അതിനുള്ള ആർജവമുണ്ട്, ആ അത് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത്. അടുത്തതായി ഉപഹാര സമർപ്പണവും അഭിവാദ്യവുമാണ്. അഭിവാദ്യം ചെയ്ത് ഉപഹാരം കൊടുക്കുന്നത് ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടി പ്രശസ്ത സംവിധായകൻ നമ്മുടെ സുപരിചിതനായ ശ്രീ പ്രിയനന്ദനൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിന് വേണ്ടി ലതാമോഹനെ ക്ഷണിക്കുന്നു. വേദികൾ സദസ്സിലുമുള്ള പ്രിയമുള്ളവർ, ഈ വൈകിയ വേളയിൽ അധികം സംസാരിക്കാൻ അത്ര ഭംഗിയല്ല. പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. ഈ പെൺകരുത്തിൽ ആണധികാരങ്ങൾ തകർന്നു വീഴുന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിൽ ആ സമയത്താണ് ലതയൊക്കെ എങ്ങനെ ആദരിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമായിട്ട് ഞാൻ കിടക്കുന്നത്. കാരണം അതൊരു ശരിക്കും ഒരു സമരമാണ്. ലതയൊക്കെ ചെയ്യുന്നത് വലിയൊരു സമരമാണ്. അത്ര തൻ്റെ രോഗാവസ്ഥ മാത്രം കണക്കാക്കിയിട്ടല്ല പറയുന്നത്. ഇത്തരമൊരു പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് ഈ നാടകം എന്നൊക്കെ പറയുന്ന ഒരു മേഖലയിൽ ഇതിൽ മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ കലയെ ഏറ്റവും മനുഷ്യത്വപരമായി ചേർത്ത് പിടിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതേപോലെ തന്നെ എല്ലാ കാലത്തും എൻ്റെയൊക്കെ എത്രയോ ചെറിയ പ്രായത്ത് പോലും ഈ രവിവർമ്മയുടെ ഈ സ്റ്റേജ് നമ്മളെ വലുതാക്കാൻ സഹായിച്ചൊരു വേദിയാണ്. ഇവിടെ എത്രയോ രാത്രികളുടെ റിഹേഴ്സലുകളൊക്കെ നമ്മളെ വളർത്തുന്നതിലേറെ സഹായിച്ച ഒരു സ്ഥലമാണ്. ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനമാണ്, അവരുടെ ഏറ്റവും വലിയൊരു മഹത്തായ പ്രവർത്തനമാണ് ഇപ്പോൾ ഈ നാടകത്തിലൂടെയും ഒക്കെ നടക്കുന്നത്. പിന്നെ നമ്മളുടെ ഏറ്റവും വിശിഷ്ടമായ ഒരു അതിഥി എന്ന് പറയുന്നത് ബിന്ദുവാണ്. ബിന്ദു ഇരുളമാണ്. ഞാനൊരു സിനിമയുടെ ഭാഗമായിട്ട് ബിന്ദു ടീച്ചറുടെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. അവിടെ ഏറ്റവും പ്രശസ്തമായ ഒരു കവിത ഉണ്ട്. അത് ടീച്ചർ കൂടെ ചൊല്ലുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കറുപ്പ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അത് ഗോത്രഭാഷ എത്രത്തോളം വലുതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറത്താണ്. ടീച്ചറുടെ വീട്ടിലേക്കൊക്കെ പോകുന്നൊരു വഴി തന്നെ നമുക്ക് പകല് പോലും നമുക്ക് നടന്നു പോകാൻ പറ്റില്ല. അത്രയേറെ ഉള്ള തരത്തിൽ നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങളായിരിക്കാം, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത്ര ഭയപ്പെട്ടുള്ളൊരു സ്ഥലത്താണ് ടീച്ചർ. ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിഥികളെ പോലെ ആനകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പൊ അതിജീവനത്തിന്റെയും പോരാട്ടത്തിൻ്റെ ഒക്കെ കഥ നമ്മളിവിടെ എന്ന് പറയുമ്പോൾ എത്ര റിയലായിട്ട് അനുഭവിക്കുന്ന ആളുകളാണ് നമ്മള് ഇവിടെ ഉള്ളത്. ടീച്ചർക്ക് നമ്മുടെ നാട്ടിലേക്കുള്ള വന്നു ചേർന്നതിനുള്ള ഒരു നന്ദി കൂടെ പറയുന്നു.
ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ നാടകത്തിൽ ഇപ്പോൾ ചാക്കോ മാസ്റ്റർ ഉറിച്ചെന്നൊക്കെ പറയണത് ഞാൻ ഏറ്റവും ആദ്യം നാടകം ചെയ്യുമ്പോൾ അത് പരിഭാഷത്തെ പ്രതിനിധി ചാക്കോ മാഷാണ്. അപ്പോൾ അത്രയേറെ ബന്ധമുണ്ട്. ഒട്ടും ഊർജ്ജം ചോർന്നു പോകാതെയാണ് മാഷൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതൊരു നാടക പ്രവർത്തനമല്ല, മനുഷ്യത്വപരമായ ഒരു വലിയ പ്രവർത്തനമാണ്. ഇതിൽ ഓരോ ആളുകളുടെയും പേര് എടുത്തു പറയുന്നില്ല. എല്ലാ മനുഷ്യരോടുള്ള ഐക്യദാർഢ്യവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇനി കൂടുതൽ കരുത്തോടെ വലിയ കരുത്തുറ്റ പ്രവർത്തനങ്ങൾ നടത്താൻ ലതയെപ്പോലുള്ള പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം. ലതയെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഈ സമയത്ത് പറയുന്നത് അത്ര ഭംഗിയല്ല. എല്ലാവിധ സ്നേഹവും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. അടുത്തതായി ഇരുളം വയനാട് പ്രശസ്ത ഗായിക ശ്രീമതി ബിന്ദു ടീച്ചർ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദ്യമേ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു വേദിയിൽ ഞാനിങ്ങനെ നിന്ന് സംസാരിക്കണം ഞാൻ വിചാരിച്ചിട്ടില്ല. ശരിക്കും ഞാൻ എപ്പോഴും ചിരിക്കുകയാണ് ചെയ്യുന്നത്, എപ്പോഴും. പക്ഷെ ഇന്ന് ഞാൻ കരഞ്ഞുപോയി. കാരണം എൻ്റെ ആ നാട് ആ അവസ്ഥയിലായിരുന്നു. അത് ഞാൻ കണ്ടിട്ട് വന്നു അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരിക. പ്രത്യേകിച്ചും ഉരകം രവിവർമ്മ വായനശാലയോടും നാടക പ്രവർത്തകരോടും ഈ നാട്ടിലെ ഓരോരുത്തരോടും അത് നന്ദി ഒരിക്കലും പറയാൻ പാടില്ല. ആ ബന്ധം, ആ സ്നേഹം എന്ന് നിലനിൽക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഇതിനു മുമ്പേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് സാഹിത്യ അക്കാദമിയിൽ. അത് കവിത അവതരിപ്പിക്കാനായിരുന്നു. പക്ഷെ ഇന്ന് വന്നത് അങ്ങനെയല്ല. എൻ്റെ നാടിനൊപ്പം ചേർന്ന് കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്ന ഓരോ നല്ല മനസ്സുകളുടെ മുമ്പിൽ അവരുമായിട്ട് എന്താ പറയുക, എനിക്ക് ശരിക്കും പറഞ്ഞ വാക്കുകളൊന്നും കിട്ടുന്നില്ല. അവിടേക്ക് നമ്മളെ, അതായത് ചൂരൽമല മുണ്ടക്കൈ ആ സംഭവം നടന്നു കഴിഞ്ഞ ശേഷം നമ്മളെ പ്രവേശിപ്പിക്കാറില്ല. അവിടെയുള്ള രക്ഷാപ്രവർത്തകരും അവിടെയുള്ളവരൊക്കെ ഉള്ളു. ഇനി ഞാൻ പോയിട്ടില്ല. ഇനി ഞാൻ എൻ്റെ ഒരു 2-3 സുഹൃത്തുക്കളുണ്ട്, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് അവിടെ ചെന്ന് കാണണം. അപ്പോൾ അതിനുള്ള ഏർപ്പാട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ അവിടെ പോകും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാരണം ആ സംഭവം നടന്നു കഴിയുമ്പോൾ അതിനുശേഷം ഞങ്ങൾ ആരും മിണ്ടിയിട്ടില്ല. പരസ്പരം ഞങ്ങൾ വർത്താനം പറയുന്നില്ല. ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഗോത്രഭാഷ അധ്യാപികയാണ്. ഒരിക്കൽ എൻ്റെ ഭാഷ സംസാരിക്കരുത് എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഭാഷ പറയാനും പാടാനും നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞങ്ങളുടെ ഭാഷ പറയാനും പാടാനൊക്കെ ഒരു വേദി ഉണ്ടാവുക എന്നുള്ളത് തന്നെ വയനാടിൻ്റെ ഒരു കരുത്ത് തന്നെയാണ്. കാരണം നിങ്ങളെല്ലാവരും ചേർത്ത് പിടിക്കുന്നു എന്ന് തന്നെ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കാരണം അത്രയും പുകയിലേക്കും ഒരു സേർ ബല്ലിക്കും വേണ്ടി സ്ഥലം വിറ്റ് കഴിഞ്ഞവരാണ് ഞങ്ങൾ. ലഹരിയുടെ ഉപയോഗം കൊണ്ടും ചൂഷണം കൊണ്ടും ഞങ്ങളല്ല അവിടെ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു തരി ഭൂമി പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ഇനിയും മരിച്ചാൽ ശവം അടക്കാൻ പോലും സ്ഥലമില്ലാത്ത ആൾക്കാർ. 70കളിലാണ് ഞങ്ങളൊക്കെ കാടിറങ്ങി നാട്ടിലേക്ക് വന്നത്. അന്ന് ഞങ്ങളെല്ലാവരും
അതിനു മുമ്പേ കൃഷിക്കാരായിരുന്നു. ഓരോ മലകളിലെയും ഓരോ പുൽമേടുകളിലും ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചവരാണ്. പക്ഷെ ഇന്ന് ഭൂമിയില്ല, കിടന്നുറങ്ങാൻ ഒരിടമില്ലാതെ ഒരു പറ്റം ആളുകൾ കുറച്ച് സ്ഥലം കൊണ്ട് അവിടെ ഇവിടെയായി കിടക്കുന്ന കുറച്ച് പേരുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ നാടകത്തിലൂടെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ കരയുമായിരുന്നു. ഇങ്ങനെ ശബ്ദിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ എല്ലാവരെയും നിഷ്കളങ്കമായി സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നതാണ് ശരി. അവിടെ എല്ലാവരും പറ്റിക്കപ്പെടുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു പക്ഷേ ഈ ചൂരൽമല, മുണ്ടക്കൈ ആ ഭാഗത്ത് ഒരു 5 ആദിവാസി കുടുംബങ്ങൾ, ആ ഒരുപാടുണ്ട്, ഒരു 5 ആദിവാസി കുടുംബങ്ങളും ഉണ്ടായിരുന്നു. അവർ മല കയറി രക്ഷപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുന്നതാണ് എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയും. കൃഷിക്കാരായ ഞങ്ങൾ പിന്നീട് എങ്ങനെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാത്തിനും അടിമകളായി, ഞങ്ങൾക്ക് സ്ഥലമില്ലാതെ ഞങ്ങൾ നഷ്ടപ്പെട്ടു. അവസാനം ദിനോസറിൻ്റെ കൂടെ വംശനാശ ഭീഷണി എന്ന ഒരു ബോർഡുമായിട്ട് ഇരിക്കാൻ ഞങ്ങൾക്ക് സാധ്യതയുണ്ട്. ഞങ്ങളുടെ ഭക്ഷണ രീതികൾ ഇല്ല. ഇന്ന് ഒരു മുയലിനെ പിടിച്ചാൽ കേസാണ്, കാട്ടിൽ പോയി തേനെടുത്താൽ കേസാവും. പകരം ഒരുപാട് സാധനങ്ങൾ, അതായത് ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് ഫണ്ടുകൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് 40-നും 60-നും വയസ്സിനിടയിൽ ഞങ്ങൾ മരിക്കുന്നു എന്നതിനൊരു ചോദ്യചിഹ്നമാണ്. പുറത്തുള്ളവർക്ക് വയനാടിൻ്റെ വികസനം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കാര്യമാണ്. പക്ഷെ വയനാട് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് ശരിക്കും ആ ഓരോ ഊരിൽ ചെന്നാൽ അറിയാം. എല്ലാ ഊരുകളും ഒരുപോലെയല്ല, പക്ഷെ മികച്ച രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നിട്ടുണ്ട്. ഒരുപാട് അല്ലാത്ത മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ഏറ്റവും താഴെയായി ഇനിയും ഉയർന്നു വരാൻ കൈനീട്ടുന്ന കുടുംബങ്ങൾ അനവധിയുണ്ട്. പക്ഷെ അത് സാധിക്കുമോ സാധിക്കില്ലയോ എന്നുള്ളത് എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇനിയും ചൂരൽമല പോലെയുള്ള അപകടങ്ങൾ വന്നേക്കാം. ആകെ സേഫ് ആയിട്ടുള്ളത് കുറച്ച് ബത്തേരി ആണ്. മാനന്തവാടി അവിടെയും ചുര മേഖലയാണ്. അവിടെയും എപ്പോഴും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാവാറുണ്ട്. ഈ മേപ്പാടി ഈ മേഖലയിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും സേഫായിട്ട് ഞാൻ താമസിക്കുന്ന ഇടമാണ്. അവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പിന്നെ ആ ഊരിലെ ആൾക്കാരെ മാറ്റുന്ന ആ സമയത്ത് അവർ പറഞ്ഞത്, ടീച്ചറെ ഞങ്ങൾ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് കഴിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അത് വെറുതെ ആയി പോവില്ലേ എന്നാണ് പറഞ്ഞത്. ശരിക്കും നെഞ്ചു പൊട്ടിപ്പോയി. അവർക്ക് അത് മതി. ഒരുപാട് വെട്ടിപ്പിടിക്കാനോ ഒരുപാട് പണം സമ്പാദിക്കാനോ അവർക്ക് വേണ്ട. അന്നുള്ളത് കഴിച്ചാൽ അന്നുറങ്ങുക, നാളത്തേക്ക് എന്നുള്ള ചിന്ത വളരെ കുറവാണ്. എങ്കിലും ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ, ഒരുപാട് ജോലിക്കാരുണ്ട്, അതൊക്കെ പുതിയ മാറ്റങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമ്മളായി മാറണം. മാറ്റങ്ങൾ നല്ലതാണ്. നമ്മളെപ്പോഴും നമ്മളായി തന്നെ ഇരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇനി ഒരുപാട് പേരുണ്ട്. എങ്കിലും എനിക്ക് എന്താ പറയാൻ എനിക്കറിയില്ല. ശരിക്കും ഒരുപാട് നിങ്ങളോടൊപ്പം എന്നും ഞങ്ങളുണ്ടാകും. ഞങ്ങളുടെ സ്നേഹം എന്നും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. ഏതൊരു പ്രതിസന്ധിയിലും കൈകോർത്ത് പിടിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല. കാരണം അന്ന് ഞങ്ങൾ പണിയെടുത്ത് ഒരു സേർ ബല്ലി എന്ന് പറഞ്ഞ കുറച്ച് അത് അരിയാണ്, അത് കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് കുടിച്ച് വളർന്നവരാണ്. അത് കഴിഞ്ഞ പിന്നെ കാട്ടുകിഴങ്ങുകളും തേനും കാട്ടിൽ കിട്ടുന്ന ഇറച്ചികളും അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഭക്ഷണം.
അതിന്ന് ഇല്ലാതായതോടുകൂടി ആരോഗ്യസ്ഥിതി പോയി. ഇനി എന്താവും എന്നുള്ളത് എനിക്കും ഒരു ചോദ്യചിഹ്നമാണ്. ഓരോ കുട്ടി വെള്ളാർമല സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ശരിക്കും അത് വാക്കുകൾ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളാണല്ലോ, ഞങ്ങളുടെ സ്കൂളാണല്ലോ എന്നൊക്കെ പറയല്ലാതെ എനിക്ക് അധികം അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് സത്യവുമാണ്. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഒരു കവിതയോടുകൂടെ എല്ലാവർക്കും നമുക്കൊന്ന് ചിരിക്കാം അല്ലേ? എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ കവിത നിന്നത്. ഞാൻ കാട്ടുനായ്ക്ക സമുദായത്തിൽ അംഗമാണ്. വയനാട്ടിൽ 12 ഓളം ഗോത്ര വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രാക്തന ഗോത്രവർഗങ്ങളിൽ പെട്ടതാണ് ഞങ്ങളൊക്കെ. ഇതുവരെ പുറത്തേക്ക് വരാതെ കാട്ടിൽ തന്നെ വസിച്ച ഞങ്ങൾ ചോലനായ്ക്കർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ചോലനായ്ക്കർ 350 താഴെ ജനസംഖ്യയുള്ളൂ. അതിന്റെ തൊട്ട് താഴെ കാട്ടുനായ്ക്കൻ ഉണ്ടാവും അടുത്തത്. ഈ കാട്ടുനായ്ക്കനും ചോലനായ്ക്കനും ഒന്നാണ് ശരിക്കും പറഞ്ഞത്. പിന്നീട് അവർ ചോലയിൽ താമസിക്കുന്നു, ഞങ്ങൾ കാട്ടിൽ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിയതാണ് ശരിക്കും പറഞ്ഞത്. അതുപോലെ കർണാടകയിൽ ജേൻകുർബർ എന്നറിയപ്പെടും. കേരളത്തിൽ നമ്മൾ കാട്ടുനായ്ക്കർ എന്നറിയപ്പെടും. കർണാടകത്തിലെ ജേൻകുർബർ തന്നെയാണ് ഈ കേരളത്തിലെ കാട്ടുനായ്ക്കർ. ഈ കാട്ടുനായ്ക്കൻ എന്നുള്ളത് ആരോ പേരിട്ട് തന്നതാണ്, ശരിക്കും ജേൻകുർബറാണ്. അത് നമ്മുടെ ഗവൺമെന്റ് അന്ന് ആരോ ചർച്ച വെച്ചതാണ് ഈ കാട്ടുനായ്ക്കർ എന്നുള്ളത്. ശരിക്കും ജേൻകുർബറാണ്. ഇതിൽ ഉപവിഭാഗങ്ങളുണ്ട്, അത് ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഭാഷാ പ്രശ്നം ഭയങ്കരമാണ്. എല്ലാ സമുദായങ്ങൾക്കും ഓരോ ഭാഷയുണ്ട്, അവരുടെ സംസ്കാരമുണ്ട്, അവർക്ക് ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ പ്രാദേശികതയെ കുറിച്ചൊന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതിലേക്ക് ആരും ഇറങ്ങി ചെന്നിട്ടില്ല എന്നുള്ളത് സത്യം. ഇപ്പോ വിനു കിടച്ചുള്ളൻ, സുകുമാരൻ ചാലിഗദ്ദ, അങ്ങനെ ഓരോ കലാകാരന്മാരും കവികളും പുറത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ എൻ്റെ കവിത നിന്നത് ഞാൻ തന്നെ എഴുതിയതാണ്. നിന്നതെന്ന് പറഞ്ഞാൽ നിന്റേതാണ്. ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് പരിസ്ഥിതി തന്നെയാണ്. ഞങ്ങൾ ഒരിക്കലും പ്രതിമത്തെ ആരാധിക്കാറില്ല. ഞങ്ങളുടെ കാവുകളിലെ ഞങ്ങളുടെ മരങ്ങളും മണ്ണും വെയിലും ഞങ്ങൾ ഇടപെടുന്ന ഓരോ മനുഷ്യരും ഞങ്ങൾ സഹായിച്ച ഓരോ മനുഷ്യരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത്. അതിനെ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കവിതയാണ് നിന്നത്. കണ്ട ഭൂമി നിന്നതേ, കണ്ടതല്ലേ നിന്നതേ, മനസ്സേ കിർസാദേ, മരേ തൊടിപ്പാദേ, ഗാലി വിശാർസ് മനസ്സേ ಒಂದು ತಬ್ಬು, ಮಳೆ ಒಂದು ಎರಿಯಾಕ್ ഞന്ത് തൊമ്പാകോ. ഒരുപാട് സ്നേഹം മാത്രം. ഒരിക്കലും ഞാൻ സന്തോഷം ഒന്നും പറയില്ല. ഒരുപാട് ഒത്തിരി സ്നേഹം. അടുത്തതായി നാടക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് പ്രശസ്ത നാടക പ്രവർത്തകൻ ശ്രീ ചാക്കോടി അന്തിക്കാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, സമയം ഒരുപാട് വൈകിട്ടുണ്ട്. ഈ 20 സ്ഥലത്തുള്ള അനുഭവങ്ങൾ എണ്ണി പറഞ്ഞാൽ അത് തന്നെ 1.5 മണിക്കൂർ എടുക്കും. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാടകം എന്ന് പറയുന്ന മാധ്യമത്തെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ
വലിയ വലിയ വേദികളിൽ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് അത് വലിയ 1000-500 ടിക്കറ്റ് കൊടുത്തു വന്ന് കാണുന്നതും വേറൊരു വിഭാഗമുണ്ട്, അപ്പർ മിഡിൽ ക്ലാസ്, മിഡിൽ ക്ലാസ്. പക്ഷെ നമ്മൾ ഹോം ഡെലിവറി പോലെ താഴോട്ട് ഗ്രാസ് റൂട്ടിലേക്ക്, താഴെ ഗ്രാമങ്ങളിലേക്കും തെരുവുകളിലേക്കും വായനശാല മുറ്റത്തേക്കും വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെ നേരത്തെ നഗരങ്ങളിൽ പോയി നാടകം കാണാത്ത ഗ്രാമങ്ങളിൽ പാർക്കുന്ന നാടക താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. പലപ്പോഴും നമുക്ക് സംഭവിക്കാറെന്ന് വെച്ചാൽ നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഈ വികസനത്തിന്റെ പേരും പറഞ്ഞുള്ള മൈൻഡ് പോലെ തന്നെയാണ്, നഗരവൽക്കരണത്തിലാണ് കാര്യങ്ങൾ മഹത്തായ സംഭവം നിൽക്കുന്നതെന്നാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അവസരവാദികളായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയായിരിക്കും. പക്ഷെ ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് TV എല്ലാം വീട്ടിലുണ്ട്, മൊബൈലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ജൈവ കലയായിട്ടുള്ള നാടകം നേരെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അത് ഈ ക്ലോസിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ കിട്ടുന്നൊരു ഇന്റിമസി ഉണ്ട്, അതിൻ്റെ ഒരു ചൂടും അതിൻ്റെ ഒരു നവരസമുണ്ട്. അത് അഭിനയിക്കുന്ന ആളുകൾക്ക് കിട്ടും, നിങ്ങൾ ഇരിക്കുന്ന മുന്നിലുള്ളവരുടെ കണ്ണുകളിൽ നോക്കി നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു മൂമെന്റും കൂടിയാണ് ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത്. പിന്നെ പ്രചരണത്തിന്റെ രീതികൾ വൈകുന്നതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് വിളിച്ച് പറഞ്ഞ് നാളേക്കാണ്, എന്നിട്ടും 100 പേര് മിനിമം 120 പേര് 150 പേര് വരുന്നൊരവസ്ഥയുണ്ട്. പ്രചരണത്തിന്റെ ഒരു നെറ്റ്വർക്ക് കറക്റ്റ് ആണെങ്കിലോ 200-250 പേര് ഇതേ സ്ഥലങ്ങളിൽ ഉണ്ടാവും. നമ്മൾ ഒരു ആട്ടുപുഴയൊക്കെ നമ്മൾ 2 മണിക്കാണ് പറയുന്നത്, സോമനെ വിളിച്ച് പറയുന്നു, ഞാനും സുരേഷ് മാഷും കൂടി ബോർഡ് കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ എത്ര വീടുകളുണ്ട്, 60 വീട്, അവിടെ നാടകം കളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ 100-150 പേര് അവിടെ വന്നു. അവിടെയുള്ളവര് അറിയിപ്പ് കൊടുക്കുന്നു, അല്ലാണ്ട് ഒരുപാട് ഗ്ലാമർ പരസ്യങ്ങൾ കാണിച്ചിട്ടൊന്നുമില്ല, നോട്ടീസ് പോലും ഇല്ല. അപ്പൊ ആ ഒരു മെത്തേഡ് ഒരു 3 days കൊടുക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ടിരിക്കും. അത് ഏറ്റവും നന്നായിട്ട് സംഭവിച്ചത് സ്കൂളുകളിലാണ്. എടുത്താ പിടിച്ചോ എന്നുള്ള രീതിയല്ല. ഇന്ന് രാവിലെ വന്നിട്ട് സ്കൂളിൽ കളിക്കണം പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല, മറ്റന്നാൾ കളിക്കാൻ തുടങ്ങും. അവർക്ക് മിനിമം 3 daysനുള്ളിലുള്ള ഒരു ഓർഗനൈസിങ് നെറ്റ്വർക്ക് ഉണ്ട്. അതൊരു വല്ലാത്ത മൂടാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ കുട്ടികൾ കണ്ടത് സെന്റ് തോമസ് വല്ലച്ചിറ സ്കൂളാണ്. ഹാള് നിറഞ്ഞിട്ട് അത് ജനലഴി കൂടെ നിറഞ്ഞ് പുറത്ത് ഇത് നിൽക്കുന്നതിൽ നിന്ന് കാണേണ്ടി വരും. ഇതൊരു UP സ്കൂളാണ്, ഹയർ സെക്കൻഡറി ഉണ്ട്. സെന്റ് തോമസ് സ്കൂൾ നിറഞ്ഞു കവിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലയിടത്ത് 150 പേര് മാത്രമുള്ള കൊടുത്ത് ആ 150 പേര് കണ്ടിട്ടുണ്ട്. ചേറ്റൂർ സ്കൂള് ഹാള് നിറഞ്ഞു, അവിടെയുള്ള പിള്ളേർ മുഴുവനുണ്ട്. അപ്പോ അതുപോലെ നമുക്ക് ഗ്രാമോദാഹരണത്തിലും നന്നായിട്ട് കുട്ടികൾക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു 3 days കൊടുത്താൽ മതി സ്കൂളിന് ഗംഭീരമായിട്ട് ചെയ്യാൻ. ഈ നാട്ടിലും അങ്ങനെ തന്നെ 3 days സമയം കൊടുത്തുകൊണ്ട് നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആളുകൾ വന്നിരിക്കും. പ്രത്യേകിച്ച് ഈ ഇഷ്യൂ നിലനിൽക്കുന്ന ഈ മാസം, കഴിഞ്ഞ മാസമൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ 30-ാം തീയതി മുതൽ ഉള്ള ഒരു മാസം ആയിട്ടില്ല ഇപ്പോഴേ. അതുകൊണ്ട് തന്നെ ഇത് തൊട്ടറിയാനുള്ള ഒരു താല്പര്യം ആളുകൾക്കുണ്ട്. ഇത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ സൗന്ദര്യവൽക്കരണം അന്വേഷിച്ചു തുടങ്ങും. ഇപ്പൊ സൗന്ദര്യവൽക്കരണം നോക്കുന്നില്ല അവര്. മറ്റത് വേറെ വർക്ക് ഓഫ് ആർട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഡിസൈനൊക്കെ വേണമല്ലോ എന്ന് ഡിമാൻഡ് ചെയ്യും. ഈ സമയത്ത് നമ്മൾ ക്യാമ്പയിൻ നാടകമായിട്ടാണ് ചെയ്തത്. നമ്മൾ ഈ നിൽക്കുന്ന 4 പേര്, അല്ലെങ്കിൽ ഈ മാറി മാറി കളിക്കുമ്പോൾ എന്തായാലും 4 പേരാണ്, 5 പേര് മെമ്മറിയിൽ വരുന്നുണ്ട്, ഉറുപ്പ അല്ലെങ്കിൽ ഉമ്മയായിട്ട്. അവര് നേരത്തെ ആ ആക്ടിങ്ങിന്റെ എനർജി കൊണ്ട് മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഡാവിഞ്ചിയുടെ സെറ്റ് തന്നെ മതി എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇതുപോലെ പോർട്ടബിൾ യാത്രക്കുള്ള സൗകര്യം ഇവിടെ മാത്രം കളിക്കുമ്പോഴാണ് ഈ ഒരു ഫ്രെയിം കൂടി ഇട്ടത്. അപ്പൊ അതിന്റെ പൈസ കളക്ട് ചെയ്യുന്നിടത്ത് ഒരു വ്യത്യാസങ്ങൾ സംഭവിച്ചത്. 1-2 സ്കൂളുകൾ പേര് പറയാതെ തന്നെ ഞാനത് സൂചിപ്പിക്കാം. അവരത് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറന്നുപോയ ചില സ്ഥലങ്ങൾ. നമുക്ക് യാത്രക്ക് ദൂരമായതുകൊണ്ട് പെട്രോളിന് കാശ് തരുന്നു, പക്ഷെ കുട്ടികൾ വന്നിട്ട് നമ്മളോട് പറയാം ഞങ്ങളോട് കാശ് ഇടാൻ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് ആ ഫീൽ ചെയ്യണം. റോഡിൽ പോയിട്ട് 20 രൂപ കൊണ്ടു ഇട്ട കുട്ടിയുണ്ട്, നമ്മൾ പോരണ നേരത്തേക്ക് പെട്ടി എവിടെ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ PTA-യും അധ്യാപകരും എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് ഒരു കൾച്ചറാണ്. ശരിക്കും ഹൃദയം തൊട്ട് ഇടുന്നതാണ് 1 രൂപ 20 രൂപ. നമ്മൾ റെസീറ്റ് എഴുതി മറ്റേതെങ്കിലും ഉത്സവങ്ങൾക്ക് കൊടുക്കുന്ന സംഭാവന പോലെയല്ല ഇത്. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവരുടെ അച്ഛനും അമ്മയ്ക്കും വേറെ ഫണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഉദ്യോഗസ്ഥരാണെങ്കിലും തൊഴിലാളികൾ അവർ സംഘടനാപരമായിട്ട് ഓരോ യൂണിയൻ വഴിക്ക് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ കുട്ടികൾക്ക് യൂണിയൻ ഇല്ല.
കുട്ടികൾക്ക് അറിയില്ലല്ലോ, കാരണം അച്ഛൻ ജോലിക്കാരനാണ്, അച്ഛൻ കൊടുത്തിട്ടുണ്ട്, അമ്മ കൊടുത്തിട്ടുണ്ട്, ടീച്ചറാണ്, ഒക്കെ ശരിയാണ്. കുട്ടികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടിയാണ് നമ്മൾ ഈ സ്കൂൾ കോളേജുകൾ നമ്മൾ ക്യാൻവാസ് ചെയ്യുമ്പോൾ പറയുന്നത്. അത് ഇനിയും സാധ്യമാണ്. ഇത് ഈ ലൈബ്രറി കൗൺസിലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വൈകിട്ട് ലൈബ്രറി കൗൺസിലിന്റെ മുമ്പിൽ ലൈബ്രറികൾക്കൊരു ഡൈനാമിസം തിരിച്ചു പിടിക്കാൻ പുസ്തക ചർച്ച നടക്കുന്ന പോലെ അതിനേക്കാളും ഇമ്പാക്റ്റ് ആണ് ഒരു പ്ലേ വന്ന് വീഴുന്നത്. അതിന്റെ കൂടെയുള്ള 2 കവിതകള്, പാട്ട്, കാര്യങ്ങൾ. അപ്പൊ അവർക്ക് വൈകിട്ടത്തെ വേളകളിൽ നല്ലൊരു സ്ഥലത്ത് ഓർഗനൈസ് ചെയ്യുമ്പോൾ തന്നെ അന്നത്തെ പകൽ സമയം ഞങ്ങൾ 2 or 3 സ്കൂളിൽ കളിക്കാൻ തയ്യാറാണ്. അത് ഈ ടൈമിൽ അവര് ചെയ്യേണ്ട സംഘാടകര്, ആ നാട്ടിലെ സംഘാടകരായിട്ട് വരുന്ന ലൈബ്രറി കൗൺസിലോ അല്ലെങ്കിൽ കുക്കാശോ ആരാണെങ്കിലും ചെയ്യേണ്ടത് നമുക്ക് 2 സ്കൂളിന്റെ വേദിയും കൂടി അറേഞ്ച് ചെയ്ത് തരിക. അവർ സമ്മതിക്കും. അപ്പൊ എന്താ പറഞ്ഞാൽ ഈ പുതിയ തലമുറ അവരുടെ മെമ്മറിയിൽ അത് കയറും. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടത്, ഇവരൊക്കെ ഭാവിയിൽ വലിയ വലിയ ജോലിക്കാരും ഉദ്യോഗസ്ഥരും സെലിബ്രിറ്റികളൊക്കെ ആയിട്ട് വയനാട് പോകും. ആരൊക്കെ ആരായി തീരാന്ന് പറയില്ല. ഇന്ത്യൻ പ്രസിഡന്റ് ആകാം, ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ ആകാം, പൊളിറ്റീഷ്യൻ ആകാം. അവർ പിന്നീട് അവര് വയനാട് സന്ദർശിക്കുമ്പോൾ പുനഃസൃഷ്ടിക്കപ്പെട്ട ഏറ്റവും നവീകരിക്കപ്പെട്ട ഒരു വയനാട് കാണുമ്പോൾ മെമ്മറി ഗോസ് ബാക്ക് ടു ദിസ് മന്ത് 2024. അവര് 2044 ചിലപ്പോൾ അവിടെ ചെല്ലുന്നത്, 2050 ഞങ്ങൾ 2024 വയനാടിന്റെ പുനഃസൃഷ്ടിക്ക് 10 രൂപ ഇട്ടിരുന്നു, അല്ലെങ്കിൽ 50 രൂപ ഇട്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ നെറ്റ്വർക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംഘാടകർ നന്നായിട്ട് ഉപയോഗിക്കണം. ഞങ്ങൾക്ക് നിത്യയൗവനുള്ള ആളുകളാണ്. 65 വയസ്സാണെങ്കിൽ ഞാനൊക്കെ പറയും 30 വയസ്സിൽ പ്രായം പിടിച്ചു നിർത്തിയ ആളുകൾ പറയാം. പ്രിയം വെറുതെ പറഞ്ഞാലില്ല, പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ ആ രീതിയിൽ 20 സ്ഥലത്തും ഇവിടെ പിന്നെ 2 കളിയാണ്. ഇവിടെ പിന്നെ ഒന്നും പറയാനില്ല, പെർഫെക്റ്റ് ആണ്. ഈ ടീം എന്ന് പറഞ്ഞാൽ അതിഭയങ്കര സൺഡേ മിററിന്റെ ടീം. വല്ലത്ര യൂണിവേഴ്സിറ്റി അതെ 3 ദിവസം കൊണ്ട് അറേഞ്ച്ഡാണ്. കൊരട്ടി സമത എന്ത് സ്പീഡിലാണ് അവർ ചെയ്തത്. ചാലക്കുടി ഒരു മിസ്സിങ് വന്നു, 1-2 സ്ഥലത്ത് മഴ കാരണം നമുക്ക് മിസ്സിങ് വന്നു. 1-2 സ്ഥലത്ത് ഇടിച്ചു കയറി 8 മണിയൊക്കെ നമ്മൾ പോയിട്ട് മഴയത്തും കളിച്ചു. അപ്പൊ അങ്ങനെ എനിക്ക് ഞാൻ ചുരുക്കുകയാണ്. ഇനിയും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ 2ാം ഘട്ടം നടന്നു. ഇതേ പെട്ടി പൂട്ടി ഇന്ന് സുബിൻ ആരെങ്കിലും കയ്യിൽ കീ തരും, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലാവും. ഈ മറവില്ലാത്ത നല്ലൊരാളുടെ കീ മാറിപ്പോയില്ല. അപ്പൊ ഈ കീ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, പൂട്ടിയിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇപ്പൊ 28-ാം തീയതി അങ്ങനെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ ഇനി വരാൻ പോകുന്നത് ഇതിൽ ജോലി എടുക്കുന്നവർ ശ്രദ്ധിക്കണം. തൊഴിൽ ഒക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് പലപ്പോഴും പോകുന്നത്. നമ്മളൊക്കെ വീട്ടിൽ ഓരോ ഉദ്യോഗസ്ഥരുള്ള കാരണം നമുക്കത് മൈൻഡ് ചെയ്യാൻ അല്ല, നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കറിയാം ഇതിൽ വർക്കിംഗ് ക്ലാസ് ഉണ്ട്. അവര് പലപ്പോഴും സാക്രിഫൈസ്, രാത്രി കളികൾ കുഴപ്പമില്ല അവർക്ക്. പക്ഷെ പകൽ സമയം കളിക്കുമ്പോൾ നമ്മൾ സ്കൂളുകൾ പറയുന്നത് കൃത്യമായിട്ട് കുട്ടികളോട് 10, 20, 50, 100 ഇടണം. 2, 3, 4 തട്ടിലുള്ള ഫാമിലികളാണ്. അതൊന്നും 20 രൂപ ഇടാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പാരന്റ്സ് ഉണ്ടായിരിക്കും. അവർ 100 രൂപ കൊടുത്തു. കാരണം എൻ്റെ കുട്ടി 10 രൂപ 1 രൂപ ഇട്ടെന്ന് കാണുന്നത്, പ്രത്യേകിച്ച് ലൈവ് ആയതുകൊണ്ട് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഒരു 100 ഇടും. അത് നമ്മൾ അങ്ങനെ തന്നെ വൈരുദ്ധ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നെറ്റ്വർക്കുകൾ വരുമ്പോൾ ആ ഫണ്ട് നമുക്ക് തൊടാൻ പറ്റില്ല. പെട്ടിയിൽ വീഴുന്ന ഫണ്ട് നമുക്ക് അത് നമ്മൾ കറക്റ്റ് ആൻഡ് ഡ്രൈ ആണ്. അതിന് ഭക്ഷണം മാത്രമല്ല, പെട്രോൾ ഒരു കാര്യത്തിന് എടുക്കാൻ പറ്റില്ല. അതിപ്പോ എണ്ണി തിട്ടപ്പെടുത്തിയാൽ അത് പോകും. സ്കാൻ ചെയ്ത എമൗണ്ട് നമ്മൾ വിചാരിച്ചത് വലിയ എമൗണ്ട് വന്നിട്ടുണ്ടാവുന്ന. എൻ്റെ ഈ കര എന്ന് പറയുന്ന സ്ഥലത്തെ ഈ കോമറേഡ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അകത്ത് അസോസിയേഷനിൽ 18-ാം തീയതി കളിച്ചപ്പോഴാണ് രഘുറാം പണിക്കറാണ് അതിൽ 4000 രൂപ. ഏത് ഇതിലല്ല, നേരെ QR കോഡ് വെച്ചിട്ട് നമ്മൾ കണ്ടമാനം പേർക്കാനും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ അക്കൗണ്ട് വിട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഫേസ്ബുക്കിൽ പറയുമ്പോൾ 6000 പേരുണ്ട്. 10 രൂപ ഇട്ടെങ്കിൽ 60,000 രൂപ തന്നെ എല്ലാ ദിവസവും നമ്മൾ അക്കൗണ്ട് കൊടുക്കുന്നത്. പിന്നെയും സാധ്യതകളുണ്ട്. കാരണം അത്രയധികം യൂണിവേഴ്സലായിട്ട് ജോലിയുള്ള ആളുകളാണ്. അപ്പോൾ ആ എമൗണ്ട് മാറ്റി നിർത്തിയിട്ടുള്ള ഈ എമൗണ്ട് വരുമ്പോൾ ഇതിൽ നമ്മൾ മറ്റു കാര്യത്തിനൊന്നും തൊട്ടില്ല. ഇത് പിന്നെ കൃത്യം CMDRFിലേക്കാണ് വായനശാലയുടെ അതോറിറ്റീസ് വഴിക്കുകയും. പക്ഷെ നമ്മൾ വണ്ടി, പെട്രോൾ 2 വണ്ടിയൊക്കെ കൂടി ചെല്ലുന്ന പെട്രോളിന്റെ പൈസ ഇവിടെ കളിക്കുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തിരുന്നില്ല. കാരണം ഇവിടെയൊക്കെ നമ്മൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, ഇടയ്ക്ക് നമ്മൾ ഹോട്ടലിൽ ചെറിയ ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ലോങ് പോകുമ്പോൾ നമ്മൾ പറയുന്നു ഈ 2 വണ്ടിയുണ്ട്, സൗണ്ട് സിസ്റ്റം ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്, അതിന്റെ ചെലവ് പോലും അവർക്കില്ല. അവിടെ ഒരു സൗണ്ട് ബുക്ക് ചെയ്യണമെങ്കിൽ 2000 വരും. അപ്പൊ നമ്മുടെ സൗണ്ട് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ടാവും. അതും കൂടി കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ തരിക. പക്ഷെ നാട്ടുകാരെ പിരിവ് ഒഴിവാക്കുക. അങ്ങനെയാണ് 28 നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മുളവുകാട് അവർ പറയുന്നത് 7 ദിവസം ഞങ്ങൾ നിങ്ങളെ എടുക്കുകയാണ്, ഞങ്ങളൊരു എമൗണ്ട് തരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു പ്ലാൻ ചെയ്യുന്നത്. ഇത്തരം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്
പിന്നെ മികച്ച സംഘാടനത്തിൽ ചില ദിവസങ്ങളുടെ ടൈമിന്റെ കുറവുകൊണ്ട് ചില കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ കുറഞ്ഞു പോയിന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇതും ഈ പ്രതിസന്ധിയും നമ്മൾ അതിജീവിക്കും. സംഘാടനത്തിന്റെ ഏത് പ്രതിസന്ധിയും നമ്മൾ അതിജീവിക്കും. വയനാടിന്റെ ഈ നാടകം പറയുന്ന പോലെ തന്നെ നമ്മൾ തന്നെ ഇരുന്ന് ഓർഗനൈസ് ചെയ്ത് ഗംഭീരമാക്കും. നിങ്ങൾ എല്ലാവരും ഒപ്പം വേണം കേട്ടോ. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള അനുഭവങ്ങൾ പറയുന്നില്ല, ഇതിന്റെ വേരിയേഷൻസ് പറഞ്ഞില്ല. ഓക്കെ, അഭിവാദ്യങ്ങൾ. അടുത്തതായി ഈ നാടകം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എഴുതി തയ്യാറാക്കിയ പ്രശസ്ത നാടകപ്രവർത്തകൻ ശ്രീ സുരേഷ് നന്മ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ വൈകിയതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ജൂലൈ 30 ഇത് സംഭവിക്കുമ്പോൾ വളരെ വേറൊരു രോഗവുമായി സീരിയസ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ പുലർച്ചെ എഴുന്നേറ്റ് പോകുമ്പോഴാണ് ടി വിയിൽ ഇത് കാണുന്നത്, റിസപ്ഷനിലെ ടി വിയിൽ. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസവും എൻ്റെ ബൈസ്റ്റാൻഡറായി നിന്നത് എൻ്റെ കഴിഞ്ഞ 20 നാടകങ്ങളിൽ പ്രധാന വേഷം ചെയ്ത് ദേശീയ തലത്തിൽ പോലും മികച്ച നടി അവാർഡ് വാങ്ങിയ ലച്ചേച്ചിയാണ് അവിടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ വന്നത്. അപ്പം ഞാൻ ലച്ചേച്ചിയുടെ ഇൻട്രാക്ഷനിലാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ കളിക്കണം എന്നുള്ളതിലാണ്. അപ്പോൾ ഇവിടെ എല്ലാ മാസവും സൺഡേ മിറർ 2ാമത്തെ ഞായറാഴ്ച നാടക അവതരണമുണ്ട്. അപ്പോൾ ആ നാടക അവതരണത്തിൽ ഈ നാടകം അവതരിപ്പിക്കാമെന്ന് സിബിൻ്റെ അടുത്ത് ഞാൻ പറയുകയുണ്ടായി. അപ്പോഴാണ് സിബിന് ഇങ്ങനൊരു ആശയം വെച്ചത്, പക്ഷെ നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്താലോ, ഇങ്ങനൊരു ബോക്സ് അതങ്ങനെ പൂട്ടിയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി കളിക്കുന്നു, ആ ഫണ്ട് നമ്മൾ CMDRFന് കൈമാറും. അങ്ങനെയാണ് ഇങ്ങനൊരു തുടക്കം. അപ്പം ഞാൻ പിന്നെ ചാക്കമാഷ വീട്ടിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. ചാക്കമാഷയുടെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷനും കൂടി വാങ്ങി ഞങ്ങൾ ഈ നാടകം രൂപപ്പെടുത്തുകയാണ്. പക്ഷെ ആദ്യത്തെ 2 അവതരണം കഴിഞ്ഞപ്പോൾ ലച്ചിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു രോഗാവസ്ഥ വരികയും അതിനെക്കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് കോയമ്പത്തൂർ പോയിട്ട് ചെക്കപ്പ് ചെയ്യുകയും ഇപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 7-ാം തീയതി അതിൻ്റെ സേവിയറായിട്ടുള്ള ഓപ്പറേഷനിലേക്ക് പോവാണ്. അപ്പോൾ തുടർന്ന് ഡോക്ടർ പ്രത്യേക നിർദ്ദേശം ക്രൗഡിലേക്ക് പോകരുത്, റെസ്റ്റ് ചെയ്യണം, സ്ട്രെയിനായിട്ട് ഒന്നും ചെയ്യരുത്. അങ്ങനെ പിന്നെ ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെ മാറ്റി ഉപ്പയായിട്ട് ഞാൻ പിന്നീട് 18ഓളം വേദിയിൽ ഞാൻ അവതരിപ്പിച്ചത്. ഇന്ന് ലച്ചിയുടെ ആഗ്രഹം ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് കളിക്കണം, ഒരു വേദി കൂടി കളിക്കണമെന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് ഡോക്ടറുടെ പ്രകാരം ഒരിക്കലും പാടില്ല, ഇങ്ങനെ ക്രൗഡിൽ ചെല്ലാൻ പാടില്ല എന്ന് പോലും ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചത്. ഞങ്ങൾ കളിച്ച ഇതുകളിൽ ഏറ്റവും ഭയങ്കര വേദനാജനകമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും വേദന തോന്നിയത് ഞങ്ങളുടെ ഒരു സ്കൂളിൽ കളിച്ചപ്പോൾ ആ കുട്ടികൾ കരഞ്ഞിട്ട് നിർത്തുന്നില്ല. ഞങ്ങൾ പോകുന്നതിന് ശേഷം അവിടുത്തെ HM എന്നെ വിളിച്ചിട്ട് പറയണം, മാഷും തിരിച്ചു വരണം, എല്ലാ ക്ലാസ്സിലും ഒന്നുകൂടെ കയറണം എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിൽ എന്നിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് അവരോട് പറയണം. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ ഇനിയും ഞാനും ഒരു അധ്യാപകനാണ്. അപ്പം ഞാൻ അവിടെ ഇനിയും വരും എന്ന് പറയുമ്പോൾ അതിലൊരു കുട്ടിക്കാരൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ പറഞ്ഞത് അവൻ്റെ 2 ആഴ്ച മുമ്പാണ് അവൻ്റെ അച്ഛൻ മരിച്ചത്, അതേ ചായയാണ് മാഷെ എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിച്ച്. അങ്ങനെ നിരവധി ഒരുപാട് വേദനാജനകമായ അനുഭവമാണ് ഈ നാടകയാത്രയിലുള്ളത്. അതൊന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയം ഇപ്പം അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ, പല വിദ്യാർത്ഥികളും അധ്യാപികരായിട്ട് കാണുന്നു. പ്രിയേട്ടൻ, നമ്മുടെ ഇവിടെ വന്ന പ്രിയേട്ടൻ്റെ മകളെ ഒരു സ്കൂളിൽ, ഇവിടെ ചേർപ്പ് സ്കൂളിൽ അധ്യാപികയായിട്ട് അവിടെ ജോലി ചെയ്യുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് പെരുവനം സ്കൂളിൽ അവളെ കാണുന്നത്. അതുപോലെ ഞാൻ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികളെ പല സ്കൂളുകളിലും കണ്ടു. ഇപ്പോൾ നമ്മൾക്ക് നിരവധി ഫേസ്ബുക്കിൽ ഭയങ്കര ആയിട്ട് ആളുകൾ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പല ജില്ലകളിൽ നിന്നും നമുക്ക് കോളുകൾ വരാണ്. എറണാകുളത്ത് നിന്നൊക്കെ ഒരു ടീം വിളിച്ചിട്ട് മാഷി ഞങ്ങൾക്ക് 10 ദിവസം ഞങ്ങളിവിടെ എല്ലാ അക്കോമഡേഷനും എല്ലാം തരാം, 10 ദിവസം ഇവിടെ ഞങ്ങൾക്ക് വന്ന് കളിക്കാൻ പറ്റുമ്പോൾ എന്നെപ്പോലെ മറ്റു പല ജില്ലകളിലും. അപ്പോൾ ഞങ്ങൾ തുടർന്ന് കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ HH വായനശാലയുടെ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള എല്ലാവരും ഇതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തയ്യാറായി HH വായനശാലയും ഇതിനോടൊപ്പം നിന്ന എൻ്റെ വിദ്യാർത്ഥികളാണ് ഇതിലെ ആക്ടേഴ്സായിട്ട് വന്നത്. ഇപ്പോൾ ഇതിൽ MB കളിച്ച സനി വല്ലച്ചറായാലും പ്രസാദ് കിഴക്കൂട്ടാണെങ്കിലും മറ്റെല്ലാവരും ഇതിനോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ സന്തോഷവും സ്നേഹവും കടപ്പാടും ബഹുമാനവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും യാത്ര തുടരുകയാണ് ഞങ്ങൾ 28-ാം തീയതി മുതൽ. ഓക്കെ, താങ്ക് യു. അടുത്തതായി സംസാരിക്കുന്നത് ഈ നാടകത്തിന്റെ കൂടെ തന്നെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജയകൃഷ്ണേട്ടൻ 2 വാക്ക് പറയും. അദ്ദേഹത്തെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട ഉദ്ഘാടക ആരിഫ് അബി ടീച്ചർ, ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി
ശ്രീരാമചന്ദ്രൻ, ഇവിടെ നമ്മുടെ മുഖ്യ അതിഥിയായി ഈ യോഗത്തിൽ പങ്കെടുത്ത് നമുക്ക് കവിതകൾ ആലാപിച്ച ബിന്ദു ഇരുളം ടീച്ചർ, പ്രിയന്ദ്രൻ, സൗ പി കെ ലോഹിതാക്ഷൻ, എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ സമയം അല്പം വൈകി. പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും, നമ്മുടെ നാടകം കാണാനെത്തിയ HS രവിവർമ്മ വായനശാലയുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ളവരും കലാസ്നേഹികളെ, ഇവിടെ ഷാജഹാൻ 2 വാക്ക് എന്നാ പറഞ്ഞത്, സിബിൻ 4 വാക്ക് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അറേഞ്ച്മെന്റ്സ് ചിലപ്പോൾ ആവുന്നതേ ഉള്ളൂ. 6 വാക്കിൽ ഈ കിടക്കേണ്ടി വന്നു. നാടകത്തിൻ്റെ ഒരു അനുഭവം. ഞാനൊരു നാടക കലാകാരനൊന്നുമല്ല, ഒരു കലയും അറിയാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ആകെയുള്ളൊരു കലാപ്രസംഗമാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. 11-ാം തീയതി വല്ലച്ചിറ യൂണിവേഴ്സൽ ക്ലബിൻ്റെ മുറ്റത്ത് നിന്ന് ആരംഭിച്ച് ഇന്നിവിടെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ 20 സ്റ്റേജ് പിന്നിടുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി വേണമെങ്കിൽ ഒരു ബഷീറോ മാഷ മാറ്റി സദാശിവമാഷൊക്കെ ചിലപ്പോൾ ഞാൻ ആവും തോന്നുന്നുണ്ട്. എനിക്ക് ക്ഷണിച്ച് അപ്പം ആ രീതിയിൽ ആ നാടകമായിട്ടെങ്കിലും ലയിച്ച് ചേർന്ന് കഴിഞ്ഞു. നാടക അനുഭവം പങ്കുവച്ചാൽ ഇതിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച സന്ദേശം ഒന്ന്, മനുഷ്യ സ്നേഹം. എവിടെയൊക്കെ മനുഷ്യർ കഷ്ടപ്പെടുന്നുവോ, എവിടെയൊക്കെ മനുഷ്യർ ദുരിതം അനുഭവിക്കുന്നുവോ, അവരെ കൈപ്പിടിച്ചു ചേർക്കാനുള്ള ഉത്തരവാദിത്തം മനുഷ്യർ എന്ന രീതിയിൽ നമ്മിൽ അർപ്പിതമാണ്, നമ്മൾ ഓരോരുത്തരിലും. അത്തരമൊരു സന്ദേശമാണ് അത് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്ന്, ഇതൊരു നാടകമല്ല. ഇവിടെ സംസാരിച്ച എല്ലാവരും പറഞ്ഞതുപോലെ ഇത് 30-ാം തീയതി വയനാട്ടിൽ സംഭവിച്ച, ഈ 4ഓ 5ഓ വരുന്ന പ്രദേശങ്ങളിൽ സംഭവിച്ച ആ ദുരന്തത്തിന്റെ രേഖാചിത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അതെനിക്ക് തോന്നുന്നു 100% വിജയിച്ചിട്ടുണ്ട്. വല്ലച്ചിറയിൽ നിന്ന് ആരംഭിച്ച് ഇന്നിവിടെ അവസാനിക്കുന്നത് വരെ ആ നാടകയാത്രയിൽ നാടകം കണ്ട ആളുകളിൽ സ്കൂളിലെ കുട്ടികളടക്കം വായനശാല പ്രവർത്തകർ, മിക്കവാറും സ്കൂളുകളും വായനശാലകളും കേന്ദ്രീകരിച്ചാണ് നമ്മൾ പ്രവർത്തനം ഇതിൻ്റെ നാടകയാത്ര മുന്നോട്ട് പോയത്. അതല്ലാത്ത 1-2 കളികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ബഹുജന സദസ്സുമായി ബന്ധപ്പെട്ട് 2 കളിയും ചേർപ്പ് മഹാത്മാ മൈതാനത്ത് നമ്മളൊരു പ്ലേ വയ്ക്കുകയും ചെയ്തു. അതല്ലാത്തതൊക്കെ തന്നെ ഇത്തരം സംഘാടനത്തിലാണ് പോയത്. അതിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ലതയുടെ കഥാപാത്രമായാലും, ലതയുടെ ഒരു 3 പ്ലേ കഴിഞ്ഞ് പിന്നെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട്ടേക്കും കോയമ്പത്തൂരിലൊക്കെ യാത്ര പോയപ്പോൾ പകരം കഥാപാത്രമായത് ബഷീർ ഉപ്പ സുരേഷ് മാഷായിരുന്നു. ആ നാടകം കണ്ട എല്ലാ മനുഷ്യരും ഏറ്റവും ചുരുങ്ങിയത് 2 തുള്ളി കണ്ണീരെങ്കിലും അവിടെ വീഴ്ത്തിയിട്ടേ പോയിട്ടുള്ളൂ. സുരേഷ് മാഷയുടെ അനുഭവം പറഞ്ഞതുപോലെ സ്കൂളിലെ കുട്ടികൾ, ഞങ്ങൾ തിരുമംഗലം സ്കൂൾ, ആംഗണ്ടിയൂർ തിരുമംഗലം സ്കൂളിൽ കളിച്ച് ചേറ്റൂർ സ്കൂളിൽ ചെല്ലുമ്പോഴും ഇവിടുത്തെ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുക. തിരുമംഗലം സ്കൂളിലെ ടീച്ചർമാർ വിളിച്ചു പറയും. അവിടെ ഒരു മാതൃകാധ്യാപകൻ അവാർഡ് കിട്ടിയ രമേശ മാഷായിരുന്നു അവിടുത്തെ സംഘാടകർ. കുട്ടികൾ മാത്രമല്ല, ഇവിടെ ഒരു CMS സ്കൂളിൽ കളിച്ചപ്പോൾ കുട്ടികൾ കരഞ്ഞു തുടങ്ങിയപ്പോൾ അവിടെ HM കരഞ്ഞു. HM മുഖം പൊത്തി അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതൊരു നാടക അനുഭവമായിട്ടല്ല അത് കാണികൾ കണ്ടത്, ഒരു ജീവിതമായിട്ട്. വയനാടിന്റെ സ്നേഹം, വയനാടിന്റെ സാഹോദര്യം, വയനാടിന്റെ മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ, 30-ാം തീയതി അവിടെ ഉണ്ടായ ഒരു ദുരന്തം, ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ, കാണികളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ കൃത്യമായിട്ടും നാടക പ്രവർത്തകർക്ക് കഴിഞ്ഞു. അത് മാത്രവുമല്ല, നാടകത്തിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ, ഇപ്പൊ ഇവിടെ ആരിഫ ബി ടീച്ചർ ചോദിച്ചു, മാഷും പറഞ്ഞു, നമ്മുടെ സനി വല്ലച്ചിറ കെമ്പിയായിട്ട് കയറി വന്നു കഴിഞ്ഞപ്പോ അതൊരു ഒറിജിനൽ ആദിവാസി തന്നെയായി. ഞങ്ങൾ തമാശയ്ക്ക് പറയും സനിയോട്, നിനക്ക് മേക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ റിയലായിരുന്നു. സ്കൂളുകളിലൊക്കെ കുട്ടികൾ ഓഡിയൻസിന്റെ ഇടയിൽ കൂടെയാണ് സനി കയറി വരുന്നത്. അപ്പൊ പേര് ഗംഭീരായി പോയി. അപ്പോ
കുട്ടികളെ ശരിയായിട്ട് ആസ്വദിച്ചു. എല്ലാവരും ആ കഥാപാത്രത്തെ ഏറ്റെടുത്തെടുത്തു. അന്ധനായിട്ട് സദാശിവ മാഷ് വന്നപ്പോഴും ബഷീറിൻ്റെ കഥാപാത്രമായിട്ട് സുരേഷ് മാഷ് അവതരിപ്പിച്ചപ്പോഴും നമ്മുടെ ഗോപകുമാർ, സഹകരണ ബാങ്കിൻ്റെ ജീവനക്കാരനാണ് ഗോപകുമാർ ഗായകനാണ്. പഴയ കാലത്തൊക്കെ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് മകൻ്റെ റോൾ അഭിനയിച്ചത് ഗോപകുമാറായിരുന്നു. പക്ഷെ ഒരു എന്താ പറയുക, ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും അഭിനയിക്കാതെ വീണ്ടും കയറി വരുന്നൊരു കഥാപാത്രമാണെന്ന്, ഒരു നടനാണെന്ന് തോന്നാത്ത തരത്തിലാണ് പ്രസാദ് കഴക്കൂട്ട് അഭിനയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 8 മന എന്നൊരു സുഹൃത്ത്, അദ്ദേഹം സനൂപ് കരുവന്നൂർ, ഇവരൊക്കെ തന്നെ ആ മകന്റെ കഥാപാത്രമായിട്ട് ജീവിക്കുകയും. അപ്പോൾ 19 കളികൾ കഴിഞ്ഞ് 20ാമത്തെ പ്ലേയിലേക്ക് ഇവിടെ എത്തുന്നത് വരേക്കുള്ള അനുഭവം വലിയൊരു അനുഭവം തന്നെ. അത് എങ്ങനെയാണ് പറഞ്ഞ് നിങ്ങളോട് സമർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കണ്ട ഓരോ മനുഷ്യനും ആ നാടകത്തെ സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇന്നലെ ഞങ്ങൾ കളിച്ചത് കൊരട്ടിയിലാണ്. ആദ്യത്തെ കളി അവിടെയായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ചാക്കോമാഷ് സൂചിപ്പിച്ചാൽ അവിടെ ആരുമില്ല. ഞങ്ങൾക്കൊരല്പം വഴി തെറ്റി ഒരു ഫോൺ വന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സിഗ്നൽ വിട്ട് കടന്നുപോയി കൊരട്ടി JTS സ്റ്റേഷനിൽ വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ വന്ന് അപ്പോൾ തന്നെ ഒരു 20 മിനിറ്റോളം വൈകി. പക്ഷെ അവിടെ സംഘാടകർ നമ്മുടെ KK രാമേന്ദ്രൻ MLA PA മനോജാണ് അവിടുത്തെ ഒരു സംഘാടകൻ. സമതിയാണ് സംഘടിപ്പിച്ചത്, ശ്രീജ ടീച്ചർ. അങ്ങനെ 1-2 പേരല്ലാതെ ബാക്കി ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു സംശയം, ഇത് ഇവിടെ എങ്ങനെ വഴുവക്കിലാണ് കളിക്കുന്നത്, സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്, വാഹനങ്ങളുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുറ്റത്ത് കുറച്ച് ടൈലിട്ടൊരു പ്രദേശം, അവിടെയാണ് കളിച്ചത്. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ആരംഭിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു 50-60 പേര് കസേരയിൽ വന്നിരുന്നു. ചുറ്റും ഒരു 100-150 പേര് എത്തിക്കഴിഞ്ഞു. ഒരല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ ഏറ്റവും നമുക്ക് ഹൃദയത്തിൽ തട്ടിയൊരു സംഭവം, ഒരനുഭവം, ആ ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ, നാടകം തുടങ്ങിയില്ല, നാടകത്തിന്റെ ബോർഡ് ആരും വായിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല, ഒരു ബോർഡാണ്, ചെറിയൊരു ബോർഡാണ്. ഒരു സ്ത്രീ അവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറി വന്ന്, അവരുടെ വേഷം കണ്ടാൽ തന്നെ അറിയാം അവർ വളരെ കഷ്ടപ്പെടുന്നൊരു സ്ത്രീയാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുന്നൊരു സ്ത്രീ. 50-55 വയസ്സ് പ്രായം കാണുക. പക്ഷെ അവരുടെ ശരീരഭാഷ കണ്ടു കഴിഞ്ഞാൽ അവരെക്കാൾ ആ പ്രായത്തേക്കാൾ കൂടുതൽ തോന്നിക്കുന്ന ആരോഗ്യാവസ്ഥ അവരുടെ. അവർ വന്ന് ആ ബോക്സിലേക്ക് ഒരു 20 റുപ്യോ 30 റുപ്യോ ഇട്ടു. നമുക്ക് തുക അറിയില്ല, ചെറിയൊരു തുക അതിനകത്ത് നിക്ഷേപിച്ചു. നാടകം കഴിഞ്ഞതിന് ശേഷം സമതയുടെ ശ്രീജ ടീച്ചർ അനുഭവം പങ്കുവയ്ക്കാൻ നാടകത്തെക്കുറിച്ച് പറയാമെന്ന പറഞ്ഞു. എനിക്ക് നാണമായിട്ട് വയ്യ, എനിക്ക് പശ്ചാത്താപം തോന്നുന്നു. ഞാനൊരു 500 റുപ്യ അതിൽ നിക്ഷേപിക്കണമെന്ന് കരുതി വീട്ടിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഞാൻ പോയി 2 ടവല് വാങ്ങി. ആ 2 ടവൽ എൻ്റെ വീട്ടിലേക്ക് എത്തട്ടെ, ബാക്കി അതിലിട്ടുള്ളൂ. പക്ഷെ ആ സ്ത്രീ വന്ന് അവരുടെ എല്ലാ കഷ്ടതകളും ഉള്ളപ്പോഴും വയനാട്ടിലെ ആ മനുഷ്യരോടുള്ള അവരുടെ ഉത്തരവാദിത്വം, ആ സഹജീവി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ആ ബോക്സിലേക്ക് ഒരു ചെറിയ തുക നിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ നാണം തോന്നിയെന്ന് ശ്രീജി ടീച്ചർ പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കോടാലിയിൽ കളിക്കാൻ ചെന്നു. കോടാലിയിൽ ചെല്ലുമ്പോൾ ഏകദേശം 7:30 മണിയായി. 7 മണിക്കാണ് അവിടെ ഷോ വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട് തോട്ടമേഖലയിൽ ഞങ്ങൾക്കൊരു യൂണിയൻ്റെ അവിടെ സഹാക്കളോട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ നാടക സംഘം അവിടെ വരുന്നുണ്ട്. ആ സഖാവ് അവിടെ കോടാലി ആൽത്തര സെൻ്റർ അവിടെ സംഘടിപ്പിച്ചത് ഗ്രാമീണ വായനശാല, പഞ്ചായത്തിൻ്റെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വായനശാല. അപ്പോൾ ആ സഖാവ് ഹൈദർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഹൈദർ പറഞ്ഞു, ഇവിടെ ആരെയും കാണാനില്ല സഖാവേ, ഇവിടെ എവിടെയോ പരിപാടി. ആൽത്തറയ്ക്ക് കുറച്ച് പേര് അവിടെ ഇങ്ങനെ എന്നും കച്ചവടക്കാരൊക്കെ ഉണ്ടാവും, അവിടെ ഇരിക്കണ്ടല്ലോ, അതാരുമില്ല. അപ്പം ഞാൻ വീണ്ടും സുരേഷ് മാഷോട് ചോദിച്ചു, എന്താ പ്രശ്നം? അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു, അവിടെ പരിപാടി ഉണ്ട്, ആളുകൾ ആ പരിസരത്തൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ 7:30 മണിയാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വേറെ മെമ്പർമാരുമായിട്ടുള്ളൊരു 4-5 പേര് അവിടെയുണ്ട്. പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു ബസ് സ്റ്റോപ്പ്, ആൽത്തറ ജംഗ്ഷൻ എന്നതിന് പറയാം, കോടാലി കിഴക്കേ കോടാലിക്ക് മുൻപുള്ള ആൽത്തറ. ആ തറയിലെ ഒരു പകുതി ഭാഗം, ഈ സ്റ്റേജിൻ്റെ പകുതി ഭാഗം എടുത്തുകൊണ്ടാണ് ഞങ്ങളവിടെ സ്റ്റേജ് ഉണ്ടാക്കിയത്. അവിടെ കളി തുടങ്ങി. മുൻപിലിരിക്കാൻ സൗകര്യമില്ല, റോഡാണ്, സൗണ്ടിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ കാണികളായിട്ട് 4 വശത്ത് മുൻപിൽ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു പഞ്ചായത്ത് പ്രസിഡന്റാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ലൈബ്രറിയുടെ ഭാരവാഹിയാണ് അതിന് സ്വാഗതം ആശംസിച്ചത്. നിരവധി ആളുകൾ അവിടെ കാണാനുണ്ടായിരുന്നു. ഇവിടെ തയ്യാറായി കഴിഞ്ഞാൽ പറയട്ടോ, നിർത്താം.
കൂടി സംസാരിക്കാനുണ്ട്. അപ്പോൾ ആ നാടകം ധാരാളം ആളുകൾ ആസ്വദിച്ചു. ഒരാൾ അവിടെ ബൈക്കിൽ യാത്ര ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട്, അപ്പം ഞാൻ ആ പെട്ടിയുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ആ ബീവറേജ് പെട്ടി ആരെങ്കിലും അടിച്ചുകൊണ്ടോ അവരോട് കണക്ക് പറയുന്നത്. അപ്പോൾ പെട്ടി താഴെ വെച്ചിരിക്കാൻ ഹൈദറിനോട് പറഞ്ഞു ഇവിടെ നിൽക്കുന്നു. എനിക്ക് 2 പ്രാവശ്യം ഇവരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേജിലേക്ക് ഒന്ന് കയറേണ്ടി വരും. അപ്പോൾ ഒരാൾ ബൈക്കുമായിട്ട് വന്ന് ഇപ്പുറത്ത് ഇങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു 4 ഭാഗം തപ്പി, അയ്യോ കാശൊന്നും ഇല്ലല്ലോ. അയ്യോ കാശ് വേണ്ടത്, അതിനകത്ത് QR കോഡ് ശിവശങ്കർ ആളെടുത്തു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കെമ്പി റോട്ടിൽ കൂടെ ഇങ്ങോട്ട് കയറി വരിക. കെമ്പി ഓഡിയൻസിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഒരാൾ ഇതിനെ പിടിച്ചു മാറ്റണം. ആ ഡയലോഗ് പറഞ്ഞിട്ട് വരുമ്പോൾ ആകെ ബഹളം. നമ്മൾ ഈ പൊതുയോഗങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ കാണാമല്ലോ, ചില ആളുകളൊക്കെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒന്ന് പതുക്കൊന്ന് പള്ളക്കി പിടിച്ച് മാറ്റി കൊണ്ടുവരും. ആ രീതിയിൽ ആ കഥാപാത്രം അത്രമാത്രം തന്മയത്വത്തോടുകൂടി അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നാടകം കഴിഞ്ഞ് നമ്മൾ ഈ ആഹ്വാനമൊക്കെ ചെയ്തു. നമ്മൾ അതിലൂടെ മറ്റൊരു സന്ദേശമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ പലരും പറയും മാഷ് കഥാപാത്രം ഈ നാടകത്തിൽ പറയുന്നത് പോലെ രക്ഷാപ്രവർത്തകരെ കളിയാക്കുന്നവരുണ്ട്, ഫണ്ട് കൊടുക്കരുതെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പ്രളയത്തിന്റെ കാലത്ത് നമ്മളത് കണ്ടതാണ്. പക്ഷെ നമ്മുടെ ഒരു പ്രദേശം, വയനാട് പോലെയുള്ള ജില്ലയിലെ ഒരു ചെറിയൊരു പ്രദേശം മുഴുവൻ ഇല്ലാതായപ്പോൾ അതിനെ വീണ്ടും കെട്ടിപ്പടുക്കുക എന്നുള്ളത് 1-2 വർഷം കൊണ്ടൊന്നും തീരുന്നൊരു പ്രശ്നമല്ല, പരിഹാരമല്ല. ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ തന്നെ വേണ്ടി വരും അതിനെ പഴയ രൂപത്തിലേക്ക് ആക്കിയെടുക്കണമെങ്കിൽ. അപ്പം നമുക്കൊരാൾക്ക് വേണമെങ്കിൽ ഒരു 10-20 ലക്ഷം രൂപ സമാഹരിച്ച ഒരാൾക്ക് വേണമെങ്കിൽ വീടുണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അല്പം അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാം. ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ആവശ്യമായ പുസ്തകങ്ങളോ മറ്റു കാര്യങ്ങളോ വാങ്ങിക്കൊടുക്കാം. പക്ഷേ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ പാലമില്ല, റോഡില്ല, കൃഷിയിടങ്ങളില്ല, തൊഴിലിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകളുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് അവർ പലരും തിരിച്ചു വന്നിട്ടില്ല. മാത്യു മാഷ് വെലങ്ങാട് ഒരാഴ്ച മുമ്പാണ് നമ്മൾ കേട്ടത്. മാത്യു മാഷ് 2 കുട്ടികളും ഭാര്യയുമായിട്ട് അവിടെ ജീവിക്കുന്ന ആളാണ്. അങ്ങ് രക്ഷാപ്രവർത്തനത്തിന് പോയി. ഇന്ന് 25 ദിവസം കഴിഞ്ഞ്, ഇന്ന് 26 ദിവസം കഴിഞ്ഞ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഒരാഴ്ച മുമ്പാണ് നമ്മൾ മാധ്യമങ്ങളിലാണ് അറിയുന്നത് മാഷ് രാത്രി ഇറങ്ങിപ്പോയതാ. ഒരു മകൻ കാനഡയിൽ പഠിച്ച് ചെറിയൊരു ജോലി ചെയ്യുന്നു, ഒരു മകൻ നാട്ടിൽ പഠിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ക്യാമ്പിലാണ്. അപ്പോൾ ഇവരെ സംരക്ഷിക്കണം, അവരെ പുനരധിവസിപ്പിക്കണം, അവർക്ക് തൊഴിലുകൾ കൊടുക്കണം, അവർ ക്ലാസ് മുറികൾ ഉണ്ടാക്കി കൊടുക്കണം. അതൊരു വ്യക്തിക്ക് കഴിയുന്ന കാര്യമാണ്. സെലിബ്രിറ്റികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്, വർഗവിഭജന സംഘടനകൾ ചെയ്യുന്നുണ്ട്, യുവാക്കൾ ചെയ്യുന്നുണ്ട്, യുവജന സംഘടനകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മളും നാടകപ്രവർത്തകരും വയനാടിനൊരു കൈത്താങ്ങാൻ വേണ്ടി നാടകം കളിക്കുക. അപ്പോൾ ഒരു തെറ്റായ സന്ദേശം നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കരുത്, അത് നേരിട്ട് കൊടുക്കണമെന്നൊരു സന്ദേശം ചിലരെങ്കിലും പരത്തുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ആശയമാണ്. കാരണം ഇത്തരമൊരു പ്രദേശം തന്നെ പുനഃസൃഷ്ടിക്കണമെങ്കിൽ സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ വേണം, നല്ല രീതിയിലുള്ള പ്ലാനിങ് വേണം. അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കാൻ എന്തൊക്കെ നോക്കണം, കുട്ടികൾക്ക് ക്ലാസ് മുറികൾ കൊടുക്കുമ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും കൃത്യമായിട്ടുള്ള ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ്. അതിന് പറ്റുന്ന ഏക ഏജൻസി സർക്കാർ തന്നെയാണ്. നമ്മൾ പ്രളയത്തിന്റെ സമയത്ത് ആ മാതൃക കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിലടക്കം തെറ്റായ സന്ദേശങ്ങൾ പരത്തുന്ന ചില ആളുകൾക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് നമ്മൾ ഈ നാടകത്തിലൂടെ കൊടുക്കുന്നത്. നമ്മളോടൊപ്പം സർക്കാരുണ്ട്, ദുരിതമനുഭവിക്കുന്നവർക്കൊപ്പം സർക്കാരുണ്ട്. ആ സർക്കാരിനെ ശക്തിപ്പെടുത്തുക, ബലപ്പെടുത്തുക, നമ്മൾ ഐക്യപ്പെടുക, അതാണ് ഇതിന്റെ ഒടുവിലത്തെ മുദ്രാവാക്യം. അപ്പൊ തീർച്ചയായും അത്തരം ഒരു സന്ദേശം കൂടി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ നാടകയാത്ര മുന്നോട്ട് പോയത്. അപ്പോൾ 8:30 മണിക്ക് 8:45 ഇന്നലെ കോടാലിയിൽ നാടകം അവസാനിച്ചു കഴിഞ്ഞ് ആ വായനശാലയുടെ 2 പ്രവർത്തകർ എന്നോട് ചോദിച്ചു, ഈ ബോക്സും കൊണ്ടുവന്ന് ഞങ്ങൾ ഈ കടയിലൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ ചോദിച്ചു. അപ്പം ഞാൻ കരുതി 2-3 പേര് ഈ ബോക്സും കൊണ്ടങ്ങ് പോകും, കടയിലൊക്കെ പോയി തിരിച്ചു വരുന്നത് വിചാരിച്ച്. പക്ഷെ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തി. ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും മുമ്പിൽ ആ ബോക്സ് പിടിച്ച് നിൽക്കുക. അതിനോടൊപ്പം അവിടുത്തെ വൈസ് പ്രസിഡന്റ്, മെമ്പർമാര്, വായനശാല പ്രവർത്തകര്, അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ, പ്രകാശൻ ഇഞ്ചക്കൂടിനെ പോലുള്ള കവി,
അടക്കം പങ്കെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ആ പ്രദേശത്തെ എല്ലാ കടകളിലും പോയി ഫണ്ട് പിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ 10:30 മണിയായി. കടയൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ പോരുമ്പോൾ 10:30 മണിയായി. ഞങ്ങൾ ഇവിടെ എത്തുന്നത് ഏതാണ്ട് 11 മണിക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടി ഇന്നലെ ഒടുവിൽ ആ നാടകം കൊടാലിയിൽ കളിച്ചപ്പോൾ ഉണ്ടായി. എല്ലാ പ്രദേശത്തും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ